സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് എൻ്റെ അമ്മയാണ് നിങ്ങൾക്ക് ഇന്നൊരു പുതിയൊരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം ഞാൻ അമ്മ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സ്പെഷ്യൽ ഡിഷാണ് ഇപ്പോൾ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അമ്മ ഒരു ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കുക്കാണ്. കാരണം അമ്മ ഉണ്ടാക്കുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ ഈ കുക്കിങ്ങിനകത്തോട്ടൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി വന്നത് അമ്മ കാരണമാണ്. കാരണം ഞാൻ ചെറുനായിരുന്നപ്പോൾ മുതലേ അമ്മ നന്നായിട്ട് എൻകറേജ് ചെയ്യുമായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് എനിക്ക് കുക്കിങ്ങിലോട്ട് ഒരു ഇത് വന്നത്. അപ്പോൾ എല്ലാ ക്രെഡിറ്റ്സും അമ്മയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് അത് കാരണം ഞാൻ അമ്മയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അമ്മ നിങ്ങൾക്ക് മുളകൊക്കെ ചുട്ടരച്ചിട്ട് ഒരു അടിപൊളി ചിക്കൻ കറി കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ആ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി അതിനകത്ത് ഉപ്പും മഞ്ഞളും തിരുമ്മി വെച്ചതാണ്. ഞാൻ ജസ്റ്റ് വാഷ് ചെയ്ത് അന്നേരം തന്നെ അത് കുറച്ച് സമയം തിരുമ്മി വെച്ചതേ ഉള്ളൂ, ഒരുപാട് സമയമൊന്നും വെച്ചിട്ടില്ല. ഈ ചിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നാടൻ കോഴിയുടെ ഇറച്ചിയാണ്. നമ്മളെപ്പോഴും ചിക്കൻ വാങ്ങി മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രോയിലർ കോഴിയുടെ ഇറച്ചി വാങ്ങിച്ച് നമ്മളെ മക്കൾക്ക് കൊടുക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് ഹോർമോൺ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഒത്തിരി പ്രോബ്ലംസ് നേരിടുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഈ ബ്രോയിലർ കോഴിയുടെയും ബ്രോയിലർ മുട്ടയുമാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം ഒഴിവാക്കുക. നമ്മളത് വാങ്ങിച്ച് നമ്മുടെ പിള്ളേർക്ക് കൊടുത്തു കഴിയുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര ടേസ്റ്റായിട്ടൊക്കെ കഴിക്കും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുന്നതിലൂടെ നമ്മൾ അവരെ ഒരു നിത്യരോഗിയാക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഈ ബ്രോയിലർ ചിക്കൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇതുപോലെ നാടൻ കോഴിയുടെ ഇറച്ചി വാങ്ങിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇനി വേണ്ടത് നമുക്ക് ഒരു 3 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 3 ഉള്ളി, പിന്നെ ഇത്രയും ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി 1 കുടം വെളുത്തുള്ളിയുടെ അരിയാണ്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഒരു ചട്ടി ചൂടാക്കിയിട്ട്, ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്കിട്ട് ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ചട്ടി ചൂടായിട്ടുണ്ട് ഓൾറെഡി. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഇത്രയും വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ എല്ലാ കറികളിലും കടുകിടേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം കടുകിന് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു വസ്തുവാണ്. നമ്മൾ ചിലരൊക്കെ കടുക് അധികം ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ കടുക് ഉപയോഗിക്കണം. നമ്മുടെ ദഹനത്തെയും നമുക്ക് പല രോഗങ്ങളിൽ നിന്നുമുള്ള പ്രതിരോധ ശേഷിയൊക്കെ തരുന്നതിന് കടുക് നമ്മളെ സഹായിക്കുന്നുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 2 തണ്ട് കരിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇത് കുറച്ച് സമയം ഇതൊന്ന് വഴറ്റിയെടുക്കും. ഇപ്പോൾ ഉള്ളി പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കണം. അത് നമ്മൾ കൈകൊണ്ട് തന്നെ വാരി ചേർക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ വെള്ളമൊന്നും നമുക്ക് ആവശ്യമില്ല. വെള്ളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ചിക്കൻ്റെ ഒരു അഴുക്ക് ചുവ ചിലപ്പം ഫീൽ ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചിക്കനും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി ഇത് കുറച്ച് സമയം ചിക്കൻ ഇങ്ങനെ ഉള്ളിയും ചിക്കനും ഒക്കെ കൂടെ ചേർന്ന് കുറേ സമയം ഇരുന്ന് ആ ചിക്കനകത്ത് വെള്ളമെല്ലാം ഇറങ്ങി ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരണം. ഈ സമയത്ത് നമ്മൾ വേറെ മസാലകളൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് വഴലണം. ഉള്ളിയും ചിക്കനും കൂടെ ചേർന്ന് ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കണം. നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ കൈ വിടാതെ ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല. കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം നമ്മൾ അങ്ങനെ വിട്ടിട്ട് നമുക്ക് അടുത്ത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരട്ടെ. ഇപ്പോൾ നമ്മളിങ്ങനെ ഇതിട്ടിങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം. ഏകദേശം ഇതിൻ്റെയൊക്കെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം.
ഞാനിതുപോലെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. വേണമെങ്കിൽ ഒത്തിരി കൂടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ്. അപ്പം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ പിള്ളേരൊന്നും പിന്നീട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ്, മിൻറ്റാണ്, അതായത് പുതിന. ഞാൻ ഇത്രയും പുതിനയില എടുത്തിട്ടുണ്ട്. ഈ പുതിനയില ഞാൻ ഇവിടെ തന്നെ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പുതിന വെറുതെ മണ്ണിൽ അതിൻ്റെ ഇല 2-3 നമുക്ക് ആവശ്യമുള്ള ഇലയൊക്കെ എടുത്തെടുത്തതിന് ശേഷം ആ കമ്പ് അങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ പുതിന നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം. പുതിനയ്ക്ക് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു പ്ലാന്റാണ്. പുതിന നമ്മുടെ ദേഹത്തെ സഹായിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിങ്ങിനെ സഹായിക്കുന്നു, അതുപോലെ തന്നെ കോൾഡ്, അതുപോലെ തന്നെ നമുക്ക് ഈ സ്കിൻ പ്രോബ്ലംസ് ഉള്ളത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പുതിന നല്ലതാണ്. നമുക്ക് പലപ്പോഴും നമുക്കറിയത്തില്ല നമ്മുടെ വീടിൻ്റെ പിന്നിലൊക്കെ വളരുന്ന ഇതുപോലെയുള്ള ചെടികളുടെയൊക്കെ ശരിയായ ഗുണം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, ഇറച്ചി അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ പുതിന നമ്മൾ ഉപയോഗിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ പുതിന നമ്മൾ ചതച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതാണ്. നാരങ്ങയും കൂടി ചേർത്തിട്ട് അങ്ങനെ വെള്ളം കുടിക്കുന്നതൊക്കെ ഒരുപാട് നല്ലതാണ്. ഇനി ഇത് കുറച്ച് സമയം കൂടെ ഇങ്ങനെ കിടന്ന് വഴലണം. എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കണം എന്നൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് മുളക് എടുത്തിട്ടുണ്ട്. ഞാനൊരു 6-7 മുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി കളറിന് വേണ്ടി മാത്രമാണ്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഉള്ളി, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി. ഓൾറെഡി നമ്മൾ വെളുത്തുള്ളി ഉള്ളിയൊക്കെ അതിനകത്ത് ഇട്ടതാണ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഒരുപാട്. പിന്നെ ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് ചുട്ടരച്ച കോഴിക്കറിയാണെന്ന്. നമ്മൾ വറക്കുന്നൊന്നുമില്ല, ഇതെല്ലാം നമ്മൾ ചുട്ട് അരച്ചാണ് നമ്മൾ ഈ കോഴിക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മുളകെല്ലാം ഒന്ന് ഗ്യാസിൽ ചുട്ടെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാൻ ഇടയ്ക്ക്, അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ അതിങ്ങനെ ഇപ്പോഴത്തെ സ്റ്റൗവിൽ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഓണാക്കിയിട്ട് നമുക്ക് ഈ മുളകൊന്ന് ചുട്ടെടുക്കാം. മുളക് ചുട്ടെടുക്കുന്ന വളരെ കലാപരമായ ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മൾ മുളക് ചുട്ടെടുത്ത് നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിലൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഞാനിവിടെ വീട്ടിലുണ്ടാക്കുമ്പോൾ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കൈയൊന്നും പൊള്ളിക്കാതെ വേണം കേട്ടോ ഇത് ചുട്ടെടുക്കാനായിട്ട്. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഇത് നന്നായിട്ടൊന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല രുചിയാണ് കറിക്ക്. നമ്മൾ മുളക് വറുത്തെടുക്കുന്നതിലും നമ്മൾ മുളക് പൊടി ചേർക്കുന്നതിലും പച്ചക്ക് അരയ്ക്കുന്നതിലും ഒക്കെ രുചിയാണ് ഇങ്ങനെ മുളക് ചുട്ടെടുക്കുക. വീട്ടിൽ വിറകടുപ്പുള്ളവരൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ വിറകടുപ്പിലിങ്ങനെ അടുപ്പിൻ്റെ ചാരത്തിനകത്തിട്ടിട്ട് മുളക് ചുട്ട ഓർമ്മകളൊക്കെ പഴയ ആൾക്കാർക്കൊക്കെ ഉണ്ടാവും, അതായത് എൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ വിറകടുപ്പും ഒന്നും ഇല്ലാത്ത കാരണം നമുക്കിങ്ങനെ ഗ്യാസേ വെച്ചിട്ട് ഇതിങ്ങനെ എല്ലാ മുളകും ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ മുളകെല്ലാം ഇവിടെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ 2-3 ഇതിൽ ഉള്ളിയും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ 4Kയിലേക്ക് ഇതിങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുപാടൊന്നും വേണ്ട, 2-3 ഇതിൽ മതി. കാരണം ഓൾറെഡി നമ്മൾ ഉള്ളി അതിനകത്ത് ഇട്ടതാണ്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം നമ്മൾ ഈ ഉള്ളി ചുട്ടെടുക്കുന്നുണ്ട്. ഉള്ളി ചുടുന്നത് അത്യാവശ്യമുള്ള കാര്യമല്ല, മുളകാണ് നമുക്ക് മെയിനായിട്ടും ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ 4Kയിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ആയാലും മതി, അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ചെറിയ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ കുഞ്ഞുള്ളി അത് മതി. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്ത് കഴിയുമ്പോൾ ഉള്ളിയുടെ ഒരു നല്ലൊരു ഫ്ലേവർ നമ്മുടെ കറിക്കകത്തേക്ക് വരും. ഇങ്ങനെ നല്ലതായിട്ട് നമ്മളിത് ഒന്ന് ഉള്ളി നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ നമ്മളിതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. വെളുത്തുള്ളി നമ്മൾ ചുടുമ്പോൾ അതിൻ്റെ തൊണ്ടോട് കൂടി തന്നെയാണ് നമ്മൾ ചുടുന്നത്. അതിൻ്റെ 2 അല്ലിയേ ഉള്ളൂ, നമ്മൾ രണ്ട് ഇതൾ വെളുത്തുള്ളിയും കൂടെയാണ് നമ്മൾ ചുടുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വഴന്ന് വെള്ളം പറ്റി വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഓഫ് ചെയ്തിട്ട് ബാക്കി ഇനിയിപ്പോൾ ഇതിനകത്ത് പറ്റാനൊന്നും ഇല്ല. ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ അടിയിലൊക്കെ പിടിച്ചു പോകും. അപ്പോൾ ഇത് കുറച്ച് സമയത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കിക്കൊണ്ട് വരാം. അപ്പോൾ നമ്മൾ മുളക് ചുട്ട ഉള്ളിയുടെ 2-3 മുളകൾ, പിന്നെ 2-3 വെളുത്തുള്ളി, 2 അല്ലി എടുത്തിട്ടുള്ള വെളുത്തുള്ളി ചുട്ടത്. പിന്നെ വേണ്ടത് ഒരു കുറച്ച് തേങ്ങയാണ്. ഒരുപാട് തേങ്ങ അരച്ച് ചേർക്കരുത്. ഒരുപാട് തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കറി ഇങ്ങനെ കൊഴുത്തിരിക്കും. അത്രയും നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിനകത്ത് ഇടേണ്ടത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഇത്രയും പെരിഞ്ജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരിയും കൂടി ഇട്ടേക്കാം. പിന്നെ വേണ്ടത് കറുകപ്പട്ടയാണ്. കറുകപ്പട്ട ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. നാട്ടിൽ നിന്ന് കറുകപ്പട്ട കൊണ്ടുവന്നിട്ട് അത് പൊടിച്ചെടുത്താണ്.
അതൊരിത്തിരി ഒരു ഇത്രയും നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെ പൊടി നമുക്ക് ആവശ്യമുണ്ട്. ചിക്കൻ മസാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെങ്ങനെ ചിലരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ചിക്കൻ ഉണ്ടാക്കണമെങ്കിൽ ചിക്കൻ മസാലകളൊന്നും എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞങ്ങൾ എപ്പോഴും ചിക്കൻ മസാലയാണ് ഞങ്ങൾ മേടിച്ചിടുന്നതെന്നൊക്കെ. ചിക്കൻ മസാല എന്ന് പറയുന്നത് ഒന്നുമില്ല, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമ്മളിതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ മതി, അതിൽ കൂടുതൽ ഇടണ്ട. ഇതുപോലെ തന്നെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുത്ത മല്ലിപ്പൊടിയാണ്, അത് കാരണം അതിന് ഭയങ്കരമായിട്ട് മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ 2 ടീസ്പൂൺ മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിക്കകത്തേക്ക് ചേർക്കാം. ഇനി നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത്തിരി നേരം അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടിരുന്ന കാരണം ചിക്കൻ ഇച്ചിരി തണുത്തു പോയി. ഒന്ന് ചൂടായി ഇത് നന്നായിട്ട് ഈ അരപ്പ് ഇതിലേക്ക് പിടിച്ച് വരണം. പിടിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇനി നമ്മളിതിനകത്തേക്ക് തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ കറി കംപ്ലീറ്റ് ആവുള്ളൂ. ഞാനത് അരപ്പിട്ടപ്പോൾ അരപ്പ് കട്ടയായിട്ടുള്ള അരപ്പ് മാത്രമാണ് ഇപ്പോൾ ആദ്യം ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരപ്പിൻ്റെ വെള്ളവും കൂടെ കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇത് ഇങ്ങനെ നമ്മൾ അരപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് അരപ്പ് അരച്ചതിൻ്റെ മിക്സിയുടെ സൈഡിലൊക്കെ പറ്റിയിരുന്ന അരപ്പൊക്കെ കൂടെ കഴുകിയെടുത്ത് ആ വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് സമയം അത് തിളയ്ക്കാൻ വിടണം. ഇട്ടിട്ട് കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാനുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കണം. ചിക്കൻ കറിക്കകത്തേക്ക് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന അരപ്പിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു. അത് തിളച്ച് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. 5-6 മിനിറ്റ് കുറച്ച് സമയം കൂടെ ചിക്കനിന് ഏതെങ്കിലും പീസുകൾ വേകാനുണ്ടെങ്കിൽ ഒന്ന് വേകുന്ന സമയത്തേക്ക് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ കറിയിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങയുടെ പാൽ ആവശ്യമുണ്ട്. അത്രയും തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പാൽ പിഴിഞ്ഞെടുക്കാം. മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ പാൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും. നമ്മുടെ ചിക്കൻ കറി പാകത്തിന് വെള്ളമൊക്കെ പറ്റി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നാടൻ കോഴിയുടെ ചാറിനാണ് കൂടുതൽ ടേസ്റ്റ്, കഷ്ണത്തെ കഴിഞ്ഞ് കൂടുതൽ. നമുക്ക് പാകത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല. മൊത്തത്തിൽ നമ്മൾ തേങ്ങ അടിച്ചെടുത്തിട്ട് തേങ്ങാപ്പാലിങ് ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ നീണ്ടിരുന്ന് കഴിഞ്ഞാലോ കറി കൊള്ളിയില്ല. അപ്പോൾ പാകത്തിന് നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി. അരമുറി തേങ്ങയുടെ പാലായിരുന്നു എടുത്ത്. ഇത്രയുമേ നമുക്ക് ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു. നോക്കട്ടെ. അപ്പോൾ ഞാൻ ആ പാൽ മുഴുവൻ ഒഴിച്ചു. അരമുറി തേങ്ങയുടെ പാൽ പിഴിഞ്ഞത്. ഒരുപാട് നമ്മൾ വെള്ളം ഒഴിച്ചിങ്ങനെ നീട്ടി പിഴിയേണ്ട ആവശ്യമില്ല, അത്രേ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് കുറുകി വരും. ആ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അരപ്പെല്ലാം നന്നായിട്ട് തിളച്ച് കുറുകി, ചാറൊന്നും അധികം നീളമൊന്നുമുള്ള ചാറൊന്നുമല്ല, വളരെ രുചികരമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുട്ടരച്ച ചിക്കൻ കറിയും കപ്പയും. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകും, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് കപ്പയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ലഭിക്കുന്ന ഒരു കുഞ്ഞറിവ്, അത് എത്ര ചെറുതാണെങ്കിലും അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് ആ അറിവ് കൊണ്ട് നമുക്ക് ഫലം ഉണ്ടാകുന്നത്. അത് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.